നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേളകം അടക്കാത്തോട് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി പുലി. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആശങ്കയിൽ പ്രദേശം. തലശ്ശേരിയിൽ സ്ഥല സൗകര്യമില്ലാത്തത് മുഖ്യ പ്രശ്നമെങ്കിലും തലശ്ശേരിയുടെ വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 6-ന് മാഹി മുനിസിപ്പൽ മൈതാനിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ. സമരപ്രഖ്യാപനം മാഹി ഭരണകൂടത്തിന്റെ വ്യാപാരി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച്. തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ 5 ഞായറാഴ്ച നടക്കും. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കേളകം അടക്കാത്തോട് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി പുലിയുടെ സാന്നിധ്യം. കൂറ്റൻ പുലി ജനവാസ കേന്ദ്രത്തിലേക്ക് നടന്നു നീങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതോടെ കനത്ത ജാഗ്രതയിലാണ് പ്രദേശം. അടക്കാത്തോട് രാമച്ചി റോഡിലുള്ള സ്കറിയ പള്ളിവാതുക്കലിന്റെ തോട്ടത്തിൽ CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ജനവാസ മേഖലയിലേക്ക് പുലി നീങ്ങുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. തോട്ടം പാട്ടത്തിന് എടുത്തു വെട്ടുന്നത് മഠത്തിൽ വിനു ജോസഫാണ്. കടുവയുടെയും പുലിയുടെയും സാന്നിധ്യമുള്ള സ്ഥലമായതിനാൽ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് വെട്ടാൻ ഇറങ്ങുന്നത്. തലശ്ശേരിയിൽ സ്ഥല സൗകര്യമില്ലായ്മ മുഖ്യ പ്രതിസന്ധിയാണെങ്കിലും ചരിത്ര നഗരത്തിന്റെ സർവ്വതോന്മുഖ വികസനമാണ് ലക്ഷ്യമെന്നും ഇക്കാര്യം നിറവേറ്റാൻ മാധ്യമ പ്രവർത്തകരുടെ സക്രിയമായ ഇടപെടലും നിർദ്ദേശവും ഉണ്ടാവണമെന്നും നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലമില്ലാത്ത ദാരിദ്ര്യമാണ് തലശ്ശേരിയുടെ പ്രധാന വെല്ലുവിളി. ലഭ്യമായ സ്ഥല സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കൂ. ഒരു പ്രതിവിധിയായി കൊളശ്ശേരി ചാത്തൻമുക്കിൽ നിന്നും തലശ്ശേരി SS റോഡിലേക്ക് പാലം പണിയാൻ നേരത്തെ പദ്ധതിയുണ്ടായിരുന്നു. ഇത് പുനരാലോചിക്കാവുന്നതാണ്. കണ്ടിക്കലിൽ പൂർത്തിയായി വരുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ശേഷിക്കുന്ന പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പഴയ ബസ് സ്റ്റാൻഡിൽ നിലവിലുള്ള ഗവൺമെന്റ് ജനറൽ ആശുപത്രിയും കണ്ടിക്കലിലേക്ക് മാറും. ഇത് സാധ്യമായാൽ ഇപ്പോൾ ആശുപത്രിയുള്ള സ്ഥലത്ത് പാർക്കും വെൽനസ് സെന്ററും ഉൾപ്പെടെ സജ്ജീകരിച്ച് പൊതു വിനോദ സഞ്ചാര കേന്ദ്രമാക്കും. തൊട്ടടുത്ത തീരത്തെ കടലാക്രമണം തടയാൻ ചെല്ലാനം മോഡലിൽ പ്രതിരോധ സംവിധാനം ഒരുക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് പ്ലാസ യാഥാർത്ഥ്യമാക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കണ്ടിക്കലിൽ പുതുതായി ബസ് സ്റ്റാൻഡ് പണിയും. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൗൺ ഹാൾ പുതുക്കി പണിയും. ഇവിടെ ആധുനിക രീതിയിലുള്ള കൺവെൻഷൻ സെന്റർ, മിനി IT പാർക്ക് എന്നിവ ഒരുക്കും. പട്ടണത്തിലുള്ള ഒരു ദാരിദ്ര്യം, തലശ്ശേരിയുടെ പട്ടണത്തിനകത്ത് ഭൂമിയുടെ അളവ് കുറവാണ്. തലശ്ശേരിയുടെ നഗരസഭ എന്ന് പറയുന്നത് റെയിൽ നിപ്പറാണ്, മറ്റു പത് കടലാണ്. അപ്പോൾ തലശ്ശേരി പട്ടണം ഇതുവരെ ഉണ്ടായിരുന്നത് വളരെ ചെറിയൊരു ഭൂമി പ്രദേശത്താണ്. അതിൻ്റെ ഒരു മാറ്റം നിലക്കാണ് ഈ കണ്ടിക്കൽ ഭാഗം എന്ന പ്രദേശത്ത് ഇപ്പോൾ വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാറാൻ സാധ്യതയുള്ളത് കൊളശ്ശേരി ഭാഗത്താണ്. ഈ നേരത്തെ മൂലം പറഞ്ഞ് കുയ്യാലി പാലവും കുയ്യാലി ഗേറ്റും അതിനനുവദിക്കുന്നില്ല. അതിനാണ് ഒരു പുതിയ പാലം നിർദ്ദേശം ഉണ്ടായത്. ആ പാലം ചാത്തമുക്ക് SS റോഡ് പാലമാണ് എൻ്റെ പേരിപ്പോൾ. ആ പാലം നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ വേഗത കൂട്ടും. കാരണം തലശ്ശേരിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ ഭൂമിയുടെ കണ്ടെത്തലിന് വേണ്ടി ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം കൊളശ്ശേരി ഭാഗത്താണ്. കൂട്ടിച്ചേർത്ത മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും പങ്കുവച്ചത് കൊളശ്ശേരി ഭാഗമുണ്ട്. മൂലം പറഞ്ഞ ആദ്യ കാര്യം ഞാനിവിടെ പറയുകയാണ്. അതാണ് ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, നമ്മളെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ വേഗത കൂടുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കും. അത് ഉദ്ഘാടനം എത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രികളിലെ ചില യൂണിറ്റുകൾ അങ്ങോട്ട് മാറ്റേണ്ടത്. തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രി ഇനി ഒരു തരത്തിലും അത് പുതുക്കിപ്പണിയാനോ റിപ്പയർ ചെയ്യാനോ പറ്റാൻ സാധിക്കാത്ത നിയമതടസ്സമുണ്ട്. ആ നിയമതടസ്സമുള്ളത് കൊണ്ട് തന്നെ തലശ്ശേരിക്ക് അത്യാവശ്യമായ താലൂക്ക് ആശുപത്രിയുടെ ആ യൂണിറ്റ് അങ്ങോട്ട് മാറ്റണം. ആ കാര്യം പെട്ടതോടെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ വളരെ വേഗത കൂട്ടും. എന്നതുപോലെ തന്നെ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയുടെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി പെരിക്കുളത്ത് കൂട്ടി കണ്ടിച്ചിറക്കര ഞാൻ പ്രതിദാനം ചെയ്ത ചില്ലക്കര വാർഡുകളിതെല്ലാം. അതുകൊണ്ട് 2 കാര്യം താല്പര്യമുണ്ട്. വാർഡിൻ്റെ വികസനം കൂടി കണ്ടുകൊണ്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഏതായാലും ആശുപത്രി അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിനനുബന്ധമായൊരു ബസ് സ്റ്റാൻഡ് കണ്ടിക്കലുണ്ടാവും. വളരെ മുമ്പ് 25 കൊല്ലം മുമ്പുള്ള വിഭാവനമാണ്. കണ്ടിക്കൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നിക്ഷേപ
നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരോട് നമ്മുടെ അഭ്യർത്ഥന നടത്തും. ഒരു മിനി പട്ടണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ തലശ്ശേരി ബസ് സ്റ്റാൻഡ് ഒരു മൂന്നാമത്തെ പട്ടണ പ്രദേശമാക്കി മാറ്റാൻ വേണ്ടി ഒരു സങ്കല്പമുണ്ട്. അതാണ് ഒന്നുള്ളത്. പുന്നോൽ പെട്ടിപ്പാലത്തെ മാലിന്യങ്ങൾ മുഴുക്കെ നീക്കിയാൽ അവിടെ കളിക്കളം, ഹാപ്പിനെസ് പാർക്ക്, വെൽനസ് സെന്റർ, കുടുംബശ്രീ കഫേ, കിയോസ്ക് സ്കൂൾ എന്നിവ ഒരുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡിൽ പൊതുമൂത്രപ്പുര സ്ഥാപിക്കും. കാലപ്പഴക്കത്താലും കടൽ സമീപവും കാരണം അപകടാവസ്ഥയിലായിട്ടുള്ള പഴയ ബസ് സ്റ്റാൻഡിലെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരിക്കും. കോംപ്ലക്സിൽ ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തും. മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ കാര്യക്ഷമമാക്കും. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കും. തെരുവുനായ ശല്യവും നഗര റോഡുകളിൽ അലയുന്ന കന്നുകാലി ശല്യവും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. നഗര റോഡുകൾക്കുള്ള പേരുകൾ ബോർഡുകളിൽ പ്രദർശിപ്പിച്ച് തുടക്കത്തിൽ കമാനങ്ങൾ സ്ഥാപിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെയും ചടങ്ങിൽ സംബന്ധിച്ച അതിഥികളുടെയും ചോദ്യങ്ങൾക്ക് ചെയർമാൻ മറുപടി നൽകി. മൂത്രപ്പുരയെ സംബന്ധിച്ച് പല സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പം എൻ്റെ അന്വേഷണത്തിൽ അതിൻ്റെ പ്രാബല്യം ഇവിടെ ഉണ്ട്. ഏതായാലും ഞാൻ വന്നിട്ടുള്ളൂ. അത് അന്വേഷിച്ച് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും. ഏതായാലും അത് സ്ഥിരമായൊരു ചോദ്യം തലശ്ശേരിക്കാൾ ഉദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് പൊന്നിൻ കൃഷ്ണൻ പറഞ്ഞ കാര്യം ഞാൻ പരിഗണിക്കും. പിന്നെ തെരുവ് നായ്ക്കളെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സർക്കാരിനൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. വന്ധീകരണം അതിനുവേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് നടപ്പാക്കും. അതിന് വേണ്ടിയിട്ടുള്ള അത് സുപ്രീം കോടതി വിധി അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് പുതിയ കാര്യം വന്നത് വന്ധീകരണമാണ്. അത് ഒരു നമ്മളെ ലോട്ടസിൻ്റെ പരിസരത്ത്, വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഒരു സ്ഥലം നോക്കിയിട്ട് വന്ധീകരണത്തെ നടപടി പെട്ടെന്ന് ആരംഭിക്കുന്നവരും അത് നിങ്ങൾ ഓർപ്പെടുത്തിക്കോ പത്രത്തിൽ. പക്ഷേ ഇതിലൊരു ഒട്ടുവീഴ്ച നിങ്ങൾ ഓർപ്പെടുത്തുക എന്നുള്ള അതിൻ്റെ പ്രത്യേക നിർബന്ധമാണ്. അലഞ്ഞിരിക്കുന്ന കന്നുകാലികളെ തലശ്ശേരി പണ്ട് തലശ്ശേരി ടൗണ് 500 പശുക്കൾ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒരു 10 ഉള്ളൂ. 500 പശുക്കളുണ്ടായി സ്ഥലത്ത്. അപ്പോൾ അതിപ്പം കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ഞാൻ പരിഗണിക്കാം, പരിശോധിച്ചിട്ട്. പിന്നെ ജൂബിലി ഷോപ്പിംഗ് തീർച്ചയായിട്ടും ഇത് റിപ്പയർ ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ട വാചകം വന്നിട്ടുണ്ട്. ഈ നാരായണൻ്റെ സ്മാരകം വളരെ കൃത്യമായൊരു ഇല്ല. മോനട്ട നടപ്പാക്കില്ലോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ നിർദ്ദേശം കൃത്യമായ നിർദ്ദേശമാണ്. റിപ്പയർ ചെയ്യണം. എൻ്റെ മനസ്സിലുള്ള കാര്യം ചെയർമാൻ നിലക്കല്ല, ഇത് ലിഫ്റ്റ് വേണം. ഒരു ലിഫ്റ്റ് ഫിറ്റാക്കണം എന്നുള്ള അഭിപ്രായം എൻ്റെ മനസ്സ് നേരത്തെ ഉള്ളതാണ്. സാധ്യമാണെന്നറിയില്ല. ഏതായാലും അത് ഈ ജൂബിലി ഷോപ്പിംഗ് പ്ലസ് തലശ്ശേരിയുടെ മനോഹരമായ കെട്ടിടവും ഈ തലശ്ശേരിയുടെ ഒരു വികസനം വന്നത് ഇതിൻ്റെ അടയാളം ഈ കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൽ വേറൊരു കാര്യമുണ്ട്. പിണറായിക്ക് വലിയ പങ്കുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ തലശ്ശേരി നിൽക്കുന്ന സ്ഥലം ഇറച്ചി മാർക്കറ്റും മത്സ്യ മാർക്കറ്റും പച്ചക്കറി കടയായിരുന്നു. അന്ന് തലശ്ശേരി ഇതൊക്കെ നമ്മുടെ ഒരു കക്കൂസ് പറഞ്ഞു. ഇവിടെ 25 കക്കൂസ് ഉണ്ടായിരുന്നു ഇവിടെ റോഡ് സൈഡിൽ. അതാണ് അവന് ബഹുമാനം മൊഴിയെ പൊടിച്ചു കൊടുത്ത്. ഇവിടെ ആരും കണ്ടവരാരും ഉണ്ടാവില്ല. ടൗണിൽ അതായിരുന്നു. പക്ഷേ ആ തലശ്ശേരി എങ്ങനെ വികസനിക്കണം അന്നത്തെ നമ്മൾ പാർട്ടി CPM-ന്റെ നേതാവായി പിണറായി വിജയൻ ഈ തലശ്ശേരി നിത്യം സ്ഥിരമായിട്ടുള്ള ആളാണ്. ആ ആള് നിർബന്ധപൂർവ്വം ഒരു മാസ്റ്റർ പ്ലാൻ മനസ്സിലുണ്ടാക്കി അത് നാരായണനെ ചുമതലപ്പെടുത്തി. അതിൽ നാരായണൻ വലിയ പങ്ക് വഹിച്ചു. നാരായണൻ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളത് സത്യമാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. പിന്നെ റോഡുകൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. പേര് നിൽക്കുന്നതും കമാന ഉൾപ്പെടെയുള്ള കാര്യം മനസ്സിലുണ്ട്. തലശ്ശേരി നഗരത്തിൻ്റെ അടയാളം തന്നെയാണ്. ഒരു നഗരത്തിൽ പോയി കഴിഞ്ഞാൽ അത് നഗരമാണെന്ന് മനസ്സിലാക്കേണ്ടെങ്കിൽ സൈൻ ബോർഡ് പ്രധാന ഘടകമാണ്. കാരണം ഗ്രാമങ്ങൾക്ക് അത് വെച്ചത് അതെന്താ നടപ്പാക്കാൻ ശ്രമിക്കാം. തലായ് ഹാർബർ ശരിക്കും ടൂറിസ്റ്റ് മേഖലയാണ്. അതൊരു പ്രത്യേകിച്ചൊരു സ്ഥലമായ അത് ടൂറിസ്റ്റ് മേഖല അവതരിപ്പിച്ചിട്ടില്ല. തെറ്റായ സന്ദേശം ആ തലശ്ശേരി തലായ് ഹാർബറിനെ പറ്റി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കും. അത് മാറ്റിയെടുത്തുകൊണ്ട് തലായ് ഹാർബറിൽ എല്ലാവരും കുടുംബാംഗങ്ങൾക്കെല്ലാം തലായ് ഹാർബറിൽ പോകാനും തലായ് ഹാർബറിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാം. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 6 കാലത്ത് 10 മണിക്ക് മാഹി മുനിസിപ്പൽ മൈതാനിയിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കും. മാഹി ഭരണകൂടത്തിന്റെ വ്യാപാരി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് സമരരംഗത്തിറങ്ങുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ KK അനിൽകുമാർ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാഹി മുനിസിപ്പാലിറ്റി വാങ്ങുന്ന തുകക്ക് സേവനം നൽകുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. വാങ്ങുന്ന തുകക്ക് സേവനം, അത് വേൾഡ് കൺസ്യൂമർ നയത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഏത് ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നോ അതിനനുസരിച്ചുള്ള സേവനം നൽകണമെന്നത്. കച്ചവടക്കാരന് പണം നൽകിയാൽ കച്ചവടക്കാരൻ അതിന് കണക്കായ ഉൽപ്പന്നം കൊടുക്കുക.
ഡോക്ടറെ അടുത്ത് പണം നൽകിയാൽ ഡോക്ടർ അതിന് കണക്കായ ചികിത്സ കൊടുക്കുക. എഞ്ചിനീയർക്ക് പണം നൽകിയാൽ ആ എഞ്ചിനീയർ അതിന് കണക്കായ കൺസൾട്ടൻ്റായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി യൂസർ ഫീ എന്ന് പറഞ്ഞൊരു പൈസ നമ്മളിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള സേവനം മുനിസിപ്പാലിറ്റി നൽകുക. അത് മുനിസിപ്പാലിറ്റി നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അതിൻ്റെ ഉദാഹരണമാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ബാറുകൾ യൂസർ ഫീ വാങ്ങുന്നുണ്ട്, അവിടുത്തെ ഫുഡ് വേസ്റ്റുകൾ മുനിസിപ്പാലിറ്റി എടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് എടുക്കണമെന്നുള്ളതാണല്ലോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. മാഹി വ്യാപാര വ്യവസായ തൊഴിൽ മേഖലയോട് മാഹി ഭരണകൂടം തുടർച്ചയായി അനുവർത്തിക്കുന്ന അവഗണനയ്ക്കെതിരെയും യൂസർ ഫീയുടെ പേരിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്ന മുനിസിപ്പൽ അധികാരികളുടെ തെറ്റായ നടപടികൾക്കുമെതിരെയാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ. വ്യാപാര മേഖലയെ തകർക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെ ഫെബ്രുവരി മാസം മാഹിയിലെ വ്യാപാരികൾ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കുമ്പോൾ ലൈസൻസ് ഫീക്ക് പുറമെ യൂസർ ഫീ അടക്കില്ലെന്നും സമരമുറയുടെ ഭാഗമാണിതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പെട്രോൾ പമ്പിൽ വേസ്റ്റുകളില്ല, എന്നും നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ വേസ്റ്റുകളില്ല. അത്യാവശ്യം ഒരു ചെറിയൊരു ചാക്ക് പ്ലാസ്റ്റിക് ആയിട്ടൊരു മാസത്തിൽ ഉണ്ടാവും തോന്നുന്നുണ്ട്. അതല്ലാതെ വേറൊന്നും പെട്രോൾ പമ്പ് ഇവരുടെ നല്ല യൂസർ ഫീ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വാങ്ങുന്ന തുകക്ക് ഒരു സേവനവും നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഈ നയത്തിനെതിരായിട്ട് യൂസർ ഫീ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ഫെബ്രുവരി മാസം ഞങ്ങൾ ബഹിഷ്കരണ സമരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ജനുവരി 6-ാം തീയതി മാഹി പള്ളി മൈതാനിൽ കാലത്ത് 10 മണിക്ക് സമരപ്രഖ്യാപന കൺവെൻഷൻ വ്യാപാരി വ്യവസായ ഏകോപന സാന്നിധ്യത്തിൽ നടക്കുകയാണ്. പ്രശ്നപരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ വ്യാപാര ബന്ദ് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും അനിൽകുമാർ പറഞ്ഞു. ഷാജി പിണക്കാട്ട്, ഷാജു കാനം, പായറ്റ് അരവിന്ദൻ, PP റഹീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ 5 ജനുവരി 4-ന് നടക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ജില്ലയിലെ MLA-മാർ, കലക്ടർ എന്നിവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തലശ്ശേരി നഗരത്തിലെ പൈതൃക സ്മാരകങ്ങളെ വലം വെച്ചുള്ള തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ 5 4-ന് നടക്കും. രാവിലെ 6 മണിക്ക് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കും. മന്ത്രി MB രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറും തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹിയും അറിയിച്ചു. ഹെറിറ്റേജ് 5ാമത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള സീസണാണ് നടക്കാൻ പോകുന്നത്. തലശ്ശേരി ഹെറിറ്റേജ് റൺ നമ്മുടെ ഒരു തലശ്ശേരി വൺ ഓഫ് ദ ഐക്കോണിക് ഇവൻറ്റ്സ് ആണ്. ഇവിടുത്തെ ഹെറിറ്റേജും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആളുകളുടെ എബിലിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൂടിയും ഈ വർഷം കൂടിയും ഇത് ഒരു ഹാഫ് മാരത്തോൺ ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കില്ല് മാത്രമില്ല, പക്ഷേ ഇൻക്ലൂസീവ്നെസ് കൂടിയാണ് ഞങ്ങൾ ഇവിടെ അവാർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡും എൽഡസ്റ്റും യംഗസ്റ്റും മെയിലും ഫീമെയിൽ എല്ലാ കാറ്റഗറീസിലാണ് ആളുകൾക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ എബിലിറ്റീസാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അവരുടെ സ്പിരിറ്റാണ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമില്ല, പക്ഷേ ക്ലീൻ, ഗ്രീൻ, ഫിറ്റ്, ഹെൽത്തി, ബ്യൂട്ടിഫുൾ തലശ്ശേരി ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി ഇതിൻ്റെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ പണിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. തലശ്ശേരിൻ്റെ മുഴുവൻ അസോസിയേഷൻസും തലശ്ശേരിൻ്റെ ഗായകം പിന്നെ സാമൂഹിക മേഖലയിൽ എല്ലാവരുമാണ് ഇതിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ആ കോൺട്രിബ്യൂഷനാണ് നമുക്ക് ഇത് കൂടി മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് മുഴുവൻ തലശ്ശേരി ഈ ഒരു റണ്ണ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയാണ് ഹാർഡ് വർക്ക് എഫേർട്സ് എടുക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ഒരു ടൂറിസം പ്രൊമോഷന് വേണ്ടി ഒരു നഗരത്തെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ലോകത്ത് എവിടെയെങ്കിലും ഇത്തരം ഒരു റൺ സംഘടിപ്പിക്കുന്നുവെങ്കിൽ വളരെ പ്രൗഡ് നമുക്ക് പറയാൻ സാധിക്കും തലശ്ശേരിയിലാണ്. ലോകത്ത് എവിടെ ഇങ്ങനെ ഒരു റൺ കാണുന്നില്ല. ഇത് ടൂറിസം പ്രൊമോഷൻ കൂടിയാണ് ലക്ഷ്യം. കേവലം സ്പോർട്സ് ആക്ടിവിറ്റീസിനെ അല്ല, മറിച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ ഒരു നഗരത്തെ ബ്രാൻഡ് ചെയ്യാനും നഗരത്തിന്റെ ഹെറിറ്റേജ് കാത്തുസൂക്ഷിക്കാനും വേണ്ടിയാണ് ഇത്തരം റൺ സംഘടിപ്പിക്കുന്നത്. അതിലിപ്പോൾ എടുത്തു പറഞ്ഞിട്ട് നജീബൊക്കെ, അദ്ദേഹം പോലീസാണ്, റിട്ടയർ ആയിട്ട് തന്നെ കുറച്ച് കാലമായി. പക്ഷെ റൺ എത്തുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ വരുന്നത് കാണിക്കുന്നത് താല്പര്യമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും റിട്ടയർമെന്റ് ഇപ്പോൾ സുരേഷ് ഇരിക്കുന്നുണ്ട്, അദ്ദേഹവും റിട്ടയർ ആയതിനു ശേഷമാണ് റണ്ണൊക്കെ വരുന്നത്. പക്ഷെ ഇവരൊക്കെ ഈ ഒരു റൺ എന്ന് പറയുമ്പോൾ അത് നാടാണ്, സ്വന്തം നാടാണെന്ന് കണ്ടുകൊണ്ട് ഇതിനോട് ഞങ്ങളുമായി സഹകരിക്കുക. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഇത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. വലിയ സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്, പക്ഷെ ഇതിന് ആളുകൾ സ്വയം തയ്യാറായി ഇങ്ങോട്ട് വരുന്നു. ഇപ്പോൾ ഫാദർ ഗ്രൂപ്പിന്റെ ലത്തീഫാണ് ഇതിന്റെ പ്രൈസ് മണി ഫസ്റ്റ് ടൈം 50,000 ആയിരുന്നു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞ 50,000 പറ്റില്ല, അടുത്ത വർഷം മുതൽ 1,00,000 ആക്കണം. അങ്ങനെയാണ് 1,00,000 രൂപ അദ്ദേഹം കൊടുക്കാൻ വന്നത്. ലോകത്ത് ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള റൺ ഇതാണ് ഇന്ത്യയിൽ നടക്കുന്ന, മറ്റെനിക്കറിയില്ല. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള റൺ തലശ്ശേരി ഹെറിറ്റേജ് റണ്ണാണ്. റണ്ണിൽ കായിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഭാഗമാകും. പൈതൃക നഗരിയായ തലശ്ശേരിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഹെറിറ്റേജ് റൺ സംഘടിപ്പിക്കുന്നത്. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹെറിറ്റേജ് റൺ സീസൺ 5-ൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ നിന്നാരംഭിച്ച് തലശ്ശേരി കോട്ട, സെയിന്റ് ആംഗ്ലിക്കൻ പള്ളി, തലശ്ശേരി തുറമുഖം, ജവഹർ ഘട്ട്, കടൽപ്പാലം, ജഗന്നാഥ ക്ഷേത്രം, തിരുവങ്ങാട് ക്ഷേത്രം, മഞ്ഞോടി, കണ്ടിക്കൽ, എരഞ്ഞോളിപ്പാലം, ചിറക്കര ടൗൺ ഹാൾ, സംഗമം ജംഗ്ഷൻ, പുതിയ ബസ് സ്റ്റാൻഡ്, മണവാട്ടി ജംഗ്ഷൻ, ഓടത്തിൽ പള്ളി, കുയ്യാലി, കൊടുവള്ളി സ്കൂൾ, കോഓപ്പറേറ്റീവ് ആശുപത്രി ജംഗ്ഷൻ, ഗസ്റ്റ് ഹൗസ്, ജോസ്ഗിരി, കോടതി, ട്രഷറി, ജുമാ മസ്ജിദ് വഴി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. 21 കിലോമീറ്ററാണ് ഇത്തവണത്തെ റൺ. ഒരു ജനകീയോത്സവമായി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇത്തവണത്തെ റണ്ണിൽ. ന്യൂ ഇയറിന് ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂ ഇയർ നൈറ്റ് കടൽപ്പാലത്തിനകത്ത് വെച്ച് ഒരു ആഘോഷപൂർവ്വം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി 21 കിലോമീറ്ററിനും ആ പ്രദേശത്തെ ആളുകൾ ഒരു ചെറിയ ചെറിയ കമ്മിറ്റികളായി ഫോം ചെയ്ത് ഈ വരുന്ന റണ്ണേഴ്സിനും ഈ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾക്കും ആതിഥേയത്വം വഹിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തിയിട്ടുണ്ട്. വിവിധങ്ങളായ കൾച്ചറൽ പ്രോഗ്രാമുകൾ സ്റ്റേഡിയത്തിനകത്ത് നടക്കും. ഒപ്പം സമയം 6 മണിക്ക് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുഴുവൻ ഓട്ടക്കാരും വിബ് ധരിച്ചിട്ടാണ് അവരുടെ സമയം കൃത്യമായി മെൻഷൻ ചെയ്യാനും അവരുടെ കൃത്യത ഉറപ്പുവരുത്താനും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ടെക്നോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളെയെല്ലാം ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം 1500-ൽ പരം രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞു. അന്നേ ദിവസം നടക്കുന്ന തത്സമയ രജിസ്ട്രേഷനിൽ കൂടുതൽ ആളുകളെത്തും. ഏകദേശം 2000 പേരെയാണ് DMC പ്രതീക്ഷിക്കുന്നത്. DMCയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വഴിനീളെ വിവിധ കേന്ദ്രങ്ങളിൽ ആവശ്യമായ കുടിവെള്ളത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട്. കൂടാതെ 3-ന് വൈകിട്ട് 3 മുതൽ വളണ്ടിയർമാർക്കുള്ള ക്യാമ്പ് സെന്റ് ജോസഫ്സ് സ്കൂളിൽ നടക്കും. ഹെറിറ്റേജ് റണ്ണിന്റെ വിജയികളായി ഫിനിഷ് ചെയ്യുന്ന ആദ്യ സ്ത്രീ പുരുഷ മത്സരാർത്ഥികൾക്ക് 1,00,000 രൂപ വീതവും, രണ്ടാമത് ഫിനിഷ് ചെയ്യുന്ന സ്ത്രീ പുരുഷ മത്സരാർത്ഥികൾക്ക് 50,000 രൂപ വീതവും, മൂന്നാമത് ഫിനിഷ് ചെയ്യുന്ന സ്ത്രീ പുരുഷ മത്സരാർത്ഥികൾക്ക് 25,000 രൂപയും, ഭിന്നശേഷി വിഭാഗത്തിൽ 1000 രൂപയും, ഏറ്റവും പ്രായം കൂടിയതും കുറഞ്ഞതുമായ വ്യക്തികൾക്ക് 1000 രൂപയും. വിജയത്തിനായിട്ട് വിപുലമായിട്ടുള്ള സംവിധാനമാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും സബ് കളക്ടറുടെയും നേതൃത്വത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. റണ്ണേഴ്സിന് ശരിയായിട്ടുള്ള ദിശ കാണിക്കുന്നതിനായിട്ട് 600-ൽ പരം വളണ്ടിയർമാർ സജ്ജരായി കഴിഞ്ഞു. തലശ്ശേരി ചുറ്റുപാടുമുള്ള സ്കൂളുകളിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജുകളിലെയും NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC കുട്ടികളാണ് ഇതിൻ്റെ വളണ്ടിയർമാരായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഈ 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഓട്ടത്തിൽ 80ഓളം ചെക്ക് പോയിന്റുകൾ ഉണ്ട്. ഈ 80ഓളം ചെക്ക് പോയിന്റുകളിലായിട്ടാണ് ഈ 600-ൽ പരം വരുന്ന വളണ്ടിയേഴ്സിനെ വിന്യസിച്ചിരിക്കുന്നത്. SK അർജുൻ, ഹെൻറി ആന്റണി എന്നിവരും സംബന്ധിച്ചു. സമഗ്ര ശിക്ഷ കേരളം ചൊക്ലി BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന കൂട്ട് ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. നെടുമ്പ്രം മടപ്പുര കലാഭവനിലാണ് ക്യാമ്പ് നടക്കുന്നത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുറി മാത്രം ലോകമായി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കാണ് നമ്മൾ അത്തരമൊരു ഔട്ടിങ്, പുറത്തേക്ക് പോകാനുള്ള, കൂടിച്ചേരാനുള്ള, കളിക്കാനുള്ള, പാട്ടുപാടാനുള്ള അവസരം കൊടുത്താണ്. ഏറ്റവും അഭിനന്ദിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികളുടെ രക്ഷിതാക്കളെ, അമ്മമാരെയാണ് ആദ്യമായിട്ട് ഹാർദമായി അവർ അഭിവാദിച്ചത്. ധാരാളം രക്ഷിതാക്കൾ നമ്മൾ പലപ്പോഴും ഒരു മാസത്തെ 1-2 പ്രാവശ്യമെങ്കിലും കിടപ്പില രോഗികളുടെയും കുട്ടികളുടെ വീട്ടിൽ പോകുന്ന ഒരാളാണ് ഞാൻ. സ്ഥിരമായി ഇവിടെ കുട്ടികമ്പത്തിൻ്റെ അങ്ങേ അറ്റത്ത് 1-ാം വാർഡിൽ അവിടെ ഒരു അമ്മ കുറച്ച് പ്രായമുള്ള ഒരു അമ്മ 2 കുട്ടികളെ പൂർണ്ണമായും കിടപ്പിലായ 2 കുട്ടികൾ
എന്ന് പറഞ്ഞാൽ കുട്ടികളിലും 10, 12, 19, 20, 21 വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു കുട്ടി അടുത്ത കാലത്താണ് ഇവിടെ നമ്മൾ സ്ഥിരമായി സന്ദർശിക്കാറ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ടീമിലെ ഡോക്ടർ രവീന്ദ്രൻ അടക്കമുള്ള ആളുകളൊക്കെ അവിടെ സ്ഥിരമായി സന്ദർശിക്കാറ്. ഞാൻ പറഞ്ഞു വന്നത് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി തൻ്റെ മക്കളെ സ്നേഹം കൊടുത്തുകൊണ്ട് വളർത്തുന്ന രക്ഷിതാക്കളെയാണ്, അമ്മമാരെയാണ് പ്രധാനമായും അഭിനന്ദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ചൊക്ലി പഞ്ചായത്ത് അംഗം കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ചൊക്ലി BPC AP ലത പദ്ധതി വിശദീകരിച്ചു. കണ്ണൂർ DPO ഡോക്ടർ PK സബിത് വിശിഷ്ടാതിഥിയായി. ചൊക്ലി പഞ്ചായത്ത് അംഗം P മിനി, പാനൂർ നഗരസഭാ കൗൺസിലർ K തൃപ്തി, HM ഫോറം പ്രതിനിധി MP റസിയ എന്നിവർ സംസാരിച്ചു. കലാഭവൻ പ്രസിഡന്റ് VP സന്തോഷ് കുമാർ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ P ശ്രീലത നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികളുമായി സംവാദം, പാട്ടരങ്ങ്, ഗണിതമൂല, ക്യാമ്പ് ഫയർ, പ്രകൃതി നടത്തം, സംഗീത സായാഹ്നം, നിർമ്മാണമൂല, കളിയിടം, പഠനയാത്ര തുടങ്ങിയ വിവിധ സെക്ഷനുകൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി പ്രസ് ഫോറം പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ കേക്ക് മുറിച്ച് പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു. പത്രവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബാംഗത്തെ പോലെയാണ്. ഏകദേശം ശരിയാണ്. ഈ ഓഫീസ് വരുമ്പോൾ അന്ന് KP ചേരാട്ടൻ, മുനിസിപ്പാലിറ്റിയുടെ ബന്ധം, ഈ നാരായണൻ, രഘുപാലാട്ടനും, മനോരമൻ രാഘവാട്ടനും, പടയണിയിലെ രവിയാട്ടനും, അങ്ങനെ ഒരാളെല്ലാം ഒരു പ്രസ് ഫോറം വരുന്നു അതിനു വേണ്ടി ഇടപെടുമ്പോൾ ഈ ബിൽഡിങ്ങിനകത്ത് പ്രസ് ഫോറം വരുന്നതിന് വേണ്ടി രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഒപ്പുന്ന ആളാണ്. വളരെ ചെറിയ 10-22 വയസ്സിൽ മാത്രമേ രഘുവാട്ടൻ്റെ ഓഫീസിൽ വന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ പത്രക്കാരുമായി ഒരുകാലത്ത് ബന്ധമുണ്ട്. ഒരു തമാശക്ക് ഞാനൊരു പത്രം നടത്തുകയും ചെയ്തു. നെട്ടൂർ ടൈംസ് എന്ന പത്രം KV ബാലട്ടൻ എടുത്തു. പക്ഷെ ബാലട്ടൻ പിൻവാങ്ങി. പിന്നെ അതൊരു സുഖകര കാര്യമായിരുന്നു. ഇതിൻ്റെ മോളായിരുന്നു ഓഫീസ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നവരുടെ വന്ന് വീട്ടിൽ മോളൊരു ഓഫീസ്, ഇത് ഒട്ടമുള്ള ഓഫീസുണ്ട്. ആ മുറി എൻ്റെ പത്രാഫീസായിരുന്നു. അപ്പോൾ അങ്ങനെ പത്രത്തിൽ ബന്ധമുണ്ട്. പക്ഷെ അത് ആ ഭാഷ അങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും പത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു പത്രധർമ്മം നിർവഹിക്കാൻ വേണ്ടി സ്ഥിരമായി നമ്മളെല്ലാവരും ആവശ്യപ്പെടും. സഹായന പത്രക്കാർക്ക് വലിയ പ്രസക്തിയുള്ള കാലമാണ്. നേരത്തെ സഹായന പത്രക്കാർ പുറമ്പോക്കലായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം സഹായനല്ല പത്രക്കാർ അല്ലേ? പത്രക്കാർ ലീഡിങ് പത്രക്കാർ ഇല്ലെല്ലാവരും ഉണ്ടോ? അപ്പോൾ ആ പത്രലോകത്ത് ഇപ്പം തന്നെ ഇത്രയും പത്രക്കാരെ ഞാൻ കാണുന്ന എവിടെയാണെന്ന് ഇപ്പോഴാണ് കാണുന്നത്. ഈ യോഗത്തിലാണ് കാണാൻ. അല്ലാതെ ഈ പത്ര ഓഫീസിൽ വരുമ്പോൾ പ്രസ്തുതം എല്ലാവരെയും കാണാറില്ല. ഏതായാലും നിങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി പത്രം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് പത്രം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ അഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന പത്രങ്ങൾ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അവിടെ നിന്ന് പത്രപ്രവർത്തനം ഏറ്റവും ആരോഗ്യകരമായ പ്രവർത്തനം കൂടിയാണ്. സമൂഹത്തിൽ നൽകുന്ന ഏറ്റവും ആരോഗ്യകര പ്രവർത്തനമാണ് പത്രപ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ നിർവഹിക്കുന്ന ഈ ചുമതലകൾ എല്ലാ കാലം തുടരണമെന്നും ഏറ്റവും ശക്തമായ പത്രക്കാരെ മാറണമെന്നും നിങ്ങൾ മുഖം നോക്കാതെ വാർത്തകൾ എഴുതാനും ആ വാർത്തകൾക്കകത്ത് തിരുത്തൽ നടത്താൻ സാധിക്കുന്ന പത്രവാർത്തകളും ഉൾക്കൊള്ളുന്നതായിരിക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു വർഷമാണ് 2025. എൻ്റെ ഒരു പുസ്തകം ഇറങ്ങി. 2026 ജനുവരിയിൽ എൻ്റെ 2ാമത്തെ പുസ്തകം ഇറങ്ങുകയാണ്. അത് തിരുവനന്തപുരത്താണ്. ജനുവരി 8 രാവിലെ 10 മണിക്ക് നമ്മുടെ അത് നമ്മുടെ 4ാം പതിപ്പ് ഒരു പുതിയൊരു അപ്ഡേഷൻ ഇന്ന് രാത്രി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ പുസ്തകത്തെ എഡിറ്റിംഗ് പൂർത്തിയായി വരികയാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്നുണ്ടല്ലോ നിയമസഭാ മണ്ഡലത്തിൽ, അവിടെ വെച്ച് എൻ്റെ 2ാമത്തെ പുസ്തകം അതിൻ്റെ പേര് തന്നെ ആ കാറും 7 മരണവും എന്നാണ്. ഞാനൊരു സസ്പെൻസ് പറയുന്നില്ല, കാരണം സസ്പെൻസ് നിങ്ങൾ വാങ്ങി വായിക്കില്ല. താലിമാല കഴിഞ്ഞു, ഇനി ആ കാറും 7 മരണവും ആ പുസ്തകം വരികയാണ്. 8ാം തീയതി എൻ്റെ റിലീസിംഗ് ഉണ്ടാവും. എൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ 4ാം പതിപ്പ് 6ാം തീയതി തിരുവനന്തപുരം ഗ്രാൻഡ് ചൈത്രത്തിൽ 4ാം പതിപ്പ് 4000 കോപ്പി 1000 കോപ്പിയാണ് ഓരോ എഡിഷൻ. വരുമാനമുണ്ട്, നല്ല വരുമാനമുണ്ട്, നല്ല സുഖമുണ്ട്. യാത്രക്ക് പൈസ കിട്ടുന്നത് എൻ്റെ പൈസയല്ല, ഞാൻ യാത്രക്ക് ചിലവാക്കുന്ന ആളാണ്. ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ സന്ദർശിക്കാൻ 10-25 രാജ്യങ്ങളായി. പി മോഹൻ, വി മുകുന്ദൻ, പ്രസ് ഫോറം EK നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി N സിറാജുദ്ദീൻ സ്വാഗതവും പാലയാട് രവി നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട സദസ് കലാസാംസ്കാരിക വേദിയുടെ രക്ഷാധികാരികളായ കാരായി ചന്ദ്രശേഖരൻ, മമ്പറം ദിവാകരൻ എന്നിവരെ ആദരിച്ചു. സദസ്സിന്റെ നേതൃത്വത്തിൽ കോസ്മോപൊളിറ്റൻ ക്ലബ്ബിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സദസ് കലാ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരികളായ കാരായി ചന്ദ്രശേഖരനെയും മമ്പറം ദിവാകരനെയും തലശ്ശേരിയിൽ ആദരിച്ചു. ജനപ്രതിനിധികളായി ഇരുവരും തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആദരം ഒരുക്കിയത്.
തലശ്ശേരി കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് ഹാളിൽ ചലച്ചിത്ര താരം സുശീൽ കുമാർ തിരുവങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക പ്രബുദ്ധതയുള്ള ഒരു ഭൂമികയാണ് തലശ്ശേരി. സംഗീതത്തിൻ്റെയും മറ്റ് സാഹിത്യ കായിക രംഗത്തിൻ്റെയും മഹനീയമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ പൂർവ്വസൂരികളുടെ നാടാണ്. ആ ഗുരുവര്യന്മാർ നമ്മുടെ മനസ്സിൽ മാതൃകാ ബിംബങ്ങളായി നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. അതിഥി ദേവോ ഭവ എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഉത്തര കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ നാട് തലശ്ശേരി. നമ്മുടെ പുതിയ തലമുറ ഈ ചരിത്ര നഗരിയെക്കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സദസ് പ്രസിഡന്റ് സെൻസായ് സി എൻ മുരളി അധ്യക്ഷനായി. സിനിമാ നിർമ്മാതാവും സദസ്സിന്റെ രക്ഷാധികാരിയുമായ ലിബർട്ടി ബഷീർ, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. രണ്ടുപേർക്കും ആദരമൊരുക്കാൻ തയ്യാറായ സദസ്സൊന്ന് ചുരുങ്ങിപ്പോയായിരുന്നു കുറച്ചു കാലമായിട്ട്. ഈ സദസ്സിന്റെ അണിയറയിലുള്ളവരാണ് തലശ്ശേരിയിൽ ആദ്യമായിട്ട് ഫ്ലവർ ഷോ നടത്തിയത്. തലശ്ശേരിക്കാരുടെ ഒരു ഉത്സവം. ഇവരൊക്കെ JCI എന്ന സംഘടനയുടെ ഭാഗമായിരുന്നു. ആ JCI കേരള കോൺഗ്രസ് പോലെ പുലർന്ന് ഇപ്പം എത്ര JCI ഉണ്ട്? രാകേഷ് കരുണൻ 15 ഒന്നുമില്ല. കേരള കോൺഗ്രസ് സാധാരണ ഇത് പിളർന്ന വളരണം, തളർന്നു പോയി. അത്ര ശക്തമായൊരു സംഘടനയായിരുന്നു. അതിൻ്റെ പിൻപറ്റിയിട്ടാണ് സദസ്സ് ഉണ്ടായത്. സദസ്സ് വീണ്ടും ഉണരുന്നു എന്നുള്ളത് നല്ല സൂചനയാണ്. സദസ് ഭാരവാഹികളായ KP മുരളീധരൻ, TK രജീഷ്, അനൂപ് കേളോത്ത്, രാകേഷ് കരുണൻ, TP നവാസ്, U രാകേഷ്, E പ്രദീപ്, ഡോക്ടർ KP സത്യഗോപാൽ, ഗിരീഷ് തവരായി, CC ബസന്ത്, ഷനിത് രാജ്, സുഭാഷ്, രാകേഷ്, സംഗീത അനൂപ്, മിനി മുരളീധരൻ, പ്രജിഷ ബസന്ത്, ഷീജ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപക പ്രസിഡന്റ് സജീവൻ മാണ്യത്ത് സ്വാഗതവും സെക്രട്ടറി PP സുധീഷ് നന്ദിയും പറഞ്ഞു. കാരായി ചന്ദ്രശേഖരനും മമ്പറം ദിവാകരനും മറുപടി പ്രസംഗം നടത്തി. കളരിപ്പയറ്റ് പ്രദർശനം, ക്ലാസിക്കൽ ഡാൻസ്, യോഗ ഡാൻസ്, കേരള നടനം, ഗാനമേള തുടങ്ങിയവയും നടന്നു. ചണ്ടയാട് ശ്രീനാരായണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വാർഷികവും പുതുവത്സരാഘോഷവും ജനുവരി 3-4 തീയതികളിൽ നടക്കും. സാംസ്കാരിക സമ്മേളനം വൈകിട്ട് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ചണ്ടയാട് ശ്രീനാരായണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ വാർഷികവും പുതുവത്സര ആഘോഷവും ഈ വരുന്ന ശനി ഞായർ ജനുവരി 3-4 തീയതികളിൽ ഗുരുദാസ്മാരി UP സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. പ്രസ്തുത പരിപാടി സ്വാഗതം ചെയർമാൻ KP പ്രേമൻ സ്വാഗതം പറയുകയും വായനശാല പ്രസിഡന്റ് പ്രമോദൻ ചമ്മളൻ ഇവിടെ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന യോഗത്തിൽ കുന്നത്തുറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസീല K പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്.
സന്തോഷ് ഇല്ലോളി മുഖ്യ പ്രഭാഷണം നടത്തുകയും വിവിധ മുന്നണികളെ ആശംസ അർപ്പിക്കാനായി എം കുമാരൻ മാസ്റ്റർ, ജേഷ് കെ പി, സുരഞ്ജൻ പി എന്നിവരും ചെണ്ടിയാർ ഡിവിഷൻ കൗൺസിലർ ഉഷ വി പിയും ആശംസ അർപ്പിക്കുന്നതായി. പ്രസ്തുത ചടങ്ങിൽ ചെണ്ടിയാർ ഡിവിഷനിലെ ജനപ്രതിനിധികളെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ ആദരിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5-ന് ചെണ്ടയാട് നിവാസികളുടെ കലാസന്ധ്യ, വോയിസ് ഓഫ് ചെണ്ടയാട് അവതരിപ്പിക്കുന്ന ഭക്തിഗാന സന്ധ്യ, സംഗീതരാവ് തുടങ്ങിയവ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 5-ന് അംഗനവാടി കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫസീല ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് ഇല്ലോളിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ സമ്മാന വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ CP പ്രമോദ്, NP രജീഷ്, CK റോഷിൻ, KP പ്രേമൻ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് ആൺകുട്ടികളുടെ അണ്ടർ-16 സാധ്യതാ ടീമിനെ തിരഞ്ഞെടുത്തു. മുൻ സ്റ്റേറ്റ് താരങ്ങളായ ജിജു വിജയൻ, വിപിൻ നമ്പ്യാർ എന്നിവരായിരുന്നു സെലക്ടർമാർ. മുൻ സ്റ്റേറ്റ് താരങ്ങളായ ജിജു വിജയൻ, വിപിൻ നമ്പ്യാർ എന്നിവരായിരുന്നു സെലക്ടർമാർ. 61 കുട്ടികൾ സെലക്ഷനിൽ പങ്കെടുത്തു. 34 കുട്ടികളെ സാധ്യതാ ടീമിൽ തെരഞ്ഞെടുത്തു. ക്രിക്കറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് A അഭിമന്യു ടീം പ്രഖ്യാപിച്ചു. സെക്രട്ടറി T കൃഷ്ണരാജു, ജോയിന്റ് സെക്രട്ടറി P നവാസ്, എക്സിക്യൂട്ടീവ് മെമ്പർ അക്ബർ, സ്റ്റേഡിയം മാനേജർ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പൊന്നം ചുണ്ടങ്ങാപ്പൊയിൽ രണധാര സാംസ്കാരിക കേന്ദ്രം വാർഷികം ആഘോഷിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരേ സമയം കുറേ സമയം ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു പ്രസംഗം ഞാനിങ്ങനെ നടത്തുകയാണ്, നിങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് മാറും.
നിങ്ങൾക്ക് അറ്റൻഷൻ ഇല്ല, നിങ്ങളുടെ പ്രസംഗം പെട്ടെന്ന് മാറി നിങ്ങൾ ഫോണിലേക്ക് മാറും. നമ്മുടെ അറ്റൻഷൻ ഇല്ലാത്ത, നമുക്കൊരു മിസ്സിങ് ഔട്ട്, നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണ്, അപ്പുറത്തോടെ നമ്മൾ സ്വയം കമ്പയർ ചെയ്യാണ്. അത് മാത്രമല്ല, ഒരു പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് EMI തലമുറയാണ്. എന്താ EMI? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. എല്ലാം വാങ്ങിക്കുകയാണ്. ബൈക്ക് വാങ്ങിക്കാൻ ശേഷിയില്ല, പക്ഷേ ഇൻസ്റ്റാൾമെൻ്റ് എടുത്ത് ബൈക്ക് വാങ്ങിക്കുന്നു. കാരണം അപ്പുറത്തോന് ബൈക്ക് ഉണ്ട്, അതുകൊണ്ട് എനിക്കും ബൈക്ക് വേണം. അപ്പുറത്താക്ക് കാറുണ്ട്, അതുകൊണ്ട് എനിക്കും കാറ് വേണം. ഈ കാറ് വാങ്ങിക്കാൻ ശേഷിയുണ്ടോ? ഇല്ല. ബൈക്ക് വാങ്ങിക്കാൻ ശേഷിയുണ്ടോ? ഇല്ല. പകരം അവൻ ആശ്രയിക്കുന്ന ആരെയാ? ഈ ബാങ്കിനെയാണ്. എന്നിട്ടോ അവസാനം കടക്കാരനാവും. മൊബൈൽ ഫോൺ എടുത്ത് വാങ്ങിച്ചു, നിങ്ങൾക്ക് പരിചയം എടുത്തടാ, ബാങ്കുകാർ ലോണും കൊടുത്തു, അവസാനിച്ചായി ലോൺ റീപേയ്മെന്റ് എടുത്തില്ല. അപ്പം എന്നെ പരിചയമുണ്ടോ? അവർ വന്നിട്ട് പറഞ്ഞല്ല, നിങ്ങളൊന്ന് പറയണം. കതിരൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ റെപ്കോ ചെയർമാൻ കാരായി രാജൻ ആദരിച്ചു. കരിപ്പാൾ രാമകൃഷ്ണൻ, കല്ലി വസന്ത എന്നിവരുടെ ഓർമ്മയ്ക്കായി ചെറുമക്കൾ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് നേടിയ സങ്കീർത്ത്, അനുഗ്രഹ, വൈഗ രാജേഷ് എന്നിവരെയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഹിന്ദി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അനശ്വര, കേരളോത്സവ മത്സരത്തിൽ ഫുട്ബോളിൽ സമ്മാനം നേടിയ ടീം അംഗങ്ങൾ എന്നിവരെയും ആദരിച്ചു. ഡോക്ടർ സോമൻ കടലൂർ മുഖ്യപ്രഭാഷണം നടത്തി. AK ഷിജു, A സജേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പൊന്നിച്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K ജലജ സ്വാഗതവും VP രജിലേഷ് നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വേറിട്ട പുതുവത്സരാഘോഷം ഒരുക്കി വയോജനങ്ങൾ. പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയുടെ വയോജന വേദിയുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചും പിറന്നാൾ ആഘോഷിച്ചും പുതുവത്സര മധുരം നുകർന്നും വായനശാലയ്ക്ക് പുസ്തകം നൽകിയും പുതുവത്സരാഘോഷം വേറിട്ട ചടങ്ങാക്കി മാറ്റിയത്. പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയുടെ വയോജന വേദിയുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. വയോജനങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. വായനശാലയ്ക്ക് പുസ്തകം നൽകിയും പുതുവത്സര മധുരം നുകർന്നുമാണ് വയോജനങ്ങൾ ആഘോഷം വേറിട്ടതാക്കിയത്. അൻപതോളം മൺചട്ടികളിൽ പച്ചമുളക്, വഴുതന തുടങ്ങിയ പച്ചക്കറി തൈകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. കർഷകനായ MC രാഘവന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വായനശാലയുടെ മുറ്റത്ത് തയ്യാറാക്കിയ പച്ചക്കറി തോട്ടം പരിപാലിക്കുന്നത് വയോജനവേദി അംഗങ്ങളാണ്. വായനശാലയുടെ കോടിയേരി സ്മാരക ഹാളിൽ പുതുവത്സര ദിനത്തിൽ നടന്ന നാട്ടുവർത്തമാനത്തിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദൂരെ നിന്ന് പലപ്പോഴും കാണുകയും കേൾക്കുകയും മാധ്യമങ്ങളിലൂടെ അറിയുകയൊക്കെ ചെയ്യുന്നു. തീർത്തും എങ്ങനെയാണ് ഒരു ജനകീയമായ പൊതുവേദിയെ ഉപയോഗപ്പെടുത്തുന്നത്, അതെങ്ങനെ ഫലപ്രദമായി സമൂഹത്തിലെ ഓരോ തലങ്ങളിലുമുള്ള കണ്ണികളിലേക്ക് എത്തിക്കാം. 82ാം പിറന്നാൾ ആഘോഷിക്കുന്ന PK യശോദയും 77ാം പിറന്നാൾ ആഘോഷിക്കുന്ന മാലതിയും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് മധുരം പങ്കുവച്ചു. പിറന്നാൾ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഇവർ വായനശാലയ്ക്ക് പുസ്തകങ്ങളും കൈമാറി. വിവിധ കലാപരിപാടികളും നടന്നു. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, വായനശാല ഭാരവാഹികളായ KP രാമകൃഷ്ണൻ, KK സനിൽകുമാർ, E രാജൻ, K വിമല തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യ സംരക്ഷണത്തിന് കൈത്താങ്ങുമായി പ്രോ ഡയറ്റ്സ് ഡയറ്ററി ക്ലിനിക് കൂത്തുപറമ്പ് UP സ്കൂളിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കലാഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ഒരു സംരംഭം തുടങ്ങി അതിനൊരു പുരോഗതി ഇല്ലെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു ഫിസിക്കൽ ഷോപ്പിൻ്റെ വിജയസാധ്യത അവർ കാണുകയോ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ആളുകളെല്ലാം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറുന്ന ഒരു കാലമാണ്. മാറാത്ത ഒരു സമൂഹവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അവബോധം ഉണ്ടാക്കുക,
നമ്മളുടെ ഭക്ഷണശീലങ്ങളിൽ പല അപാകതകളുമുണ്ട്. എല്ലാ ഭക്ഷണവും നമ്മൾ പഴയ ഭക്ഷണങ്ങളൊക്കെ തന്നെയായിരിക്കും കഴിക്കുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ ഒരാൾ കഴിച്ചുകൊണ്ടിരുന്ന അതേ ഇഡലിയും ചോറും ഒക്കെ അതേ അളവിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ അവരുടെ 10% പോലും ജോലി ചെയ്യാതെ കഴിച്ചു തുടങ്ങും. ആ രീതി മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളുടെ അച്ഛനമ്മമാരെ നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കുന്നത്. അതേ ആഹാരശീലം, അതേ മാറ്റം. കുറേ ആഹാരങ്ങളൊക്കെ ആയിട്ട് പുതിയ സ്ഥാപനങ്ങളായിട്ട് നല്ല രുചിയൂറുന്ന പുതിയ പുതിയ വിഭവങ്ങൾ വിദേശത്തുനിന്ന് പോലും നമ്മളുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നുണ്ട്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ഒരു ഭക്ഷണ സംസ്കാരം ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് രാത്രി ഉണർന്നിരിക്കുന്നവർക്ക് രാത്രി വൈകിയും വിശപ്പുണ്ടാകും. അപ്പോൾ രാത്രി പുറത്തു പോയി കഴിക്കുന്ന ശീലം, ലേറ്റ് നൈറ്റായിട്ട് ആഹാരം കഴിക്കുക, കലോറി കൂടിയ ആഹാരം കഴിക്കുക, അതിൽ നിന്നൊക്കെ നമ്മുടെ ഇടയിലുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മുഖ്യാതിഥിയായി. ക്രമരഹിതമായ ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവും കുട്ടികളെപ്പോലും ഇന്ന് പലതരം രോഗങ്ങൾക്ക് വിധേയരാക്കുകയാണ്. ഹൃദ്രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, പ്രമേഹം, ക്യാൻസർ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ, ഗർഭാവസ്ഥയിലെ ആരോഗ്യം, കുട്ടികളിലെ പോഷകക്കുറവ് തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് പ്രോ ഡയറ്റ്സിലൂടെ ലഭ്യമാകുന്നത്. ഈ സേവനങ്ങൾക്ക് പുറമെ ബോഡി ഫാറ്റ് അനലൈസർ മെഷീനും പ്രോ ഡയറ്റ്സ് ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റ് സേവനങ്ങളായി സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, ആശുപത്രി എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സ്കൂൾ, കോളേജ്, ക്യാൻറ്റീൻ, റെസ്റ്റോറൻറ്റ് എന്നിവിടങ്ങളിൽ മെനു പ്ലാൻ നിർമ്മാണം നടത്തുന്നതിനുള്ള പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി 2023 സെപ്റ്റംബറിൽ ഞങ്ങളൊരു വെബ് പേജാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വെബ് പേജിൻ്റെ അണ്ടറിൽ ഞങ്ങൾ ഗ്ലോബലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു റിസൾട്ട്സ് ഉണ്ടാക്കി കൊടുത്ത റിസൾട്ട്സും അതുപോലെ ക്ലയൻസിൻ്റെ ഫീഡ്ബാക്സും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ ഇമ്പ്രൂവ് ചെയ്തു. ആ ഒരു ബേസിലാണ് ഇന്ന് ജനുവരി 1, 2026 ഞങ്ങളൊരു ഫിസിക്കൽ ക്ലിനിക്കായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള കാരണം. ഇതിപ്പോ ഫസ്റ്റ് ഔട്ട്ലെറ്റ് അതെ. അതായത് നമുക്കിപ്പം ഡയറ്ററി ക്ലിനിക്സ്, എക്സ്ക്ലൂസീവ്ലി ഡയറ്ററി ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഏരിയയിൽ എവിടെയും ഇല്ല. ഞങ്ങൾ പല ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ഡയറ്റീഷ്യൻസ് ആയിരുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഡയറ്റീഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ഉണ്ട്. പക്ഷേ പലർക്കും ഞങ്ങൾ കൊടുക്കുന്നത് തെറാപ്യൂട്ടിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെയിറ്റ് ഗെയിൻ ആൻഡ് വെയിറ്റ് ലോസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡയറ്റീഷ്യൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഡയറ്റീഷ്യൻസിന് മാത്രമായിട്ട് ഒരു സെൻറ്റർ, ഒരു ഡയറ്ററി ക്ലിനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഡയറ്റീഷ്യരായ ഷിംന അനീഷ്, ഹനാൻ ഇബ്രാഹിം, ന്യൂട്രീഷനിസ്റ്റ് ലയ പിയൂഷ് എന്നിവരാണ് പ്രോ ഡയറ്റ്സിൻ്റെ സാരഥികൾ. ഉദ്ഘാടന ചടങ്ങിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേളകം അടക്കാത്തോട് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി പുലി. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആശങ്കയിൽ പ്രദേശം. തലശ്ശേരിയിൽ സ്ഥല സൗകര്യമില്ലാത്തത് മുഖ്യ പ്രശ്നമെങ്കിലും തലശ്ശേരിയുടെ വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 6 മാഹി മുനിസിപ്പൽ മൈതാനിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ. സമരപ്രഖ്യാപനം മാഹി ഭരണകൂടത്തിന്റെ വ്യാപാരി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച്. തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ 5 ഞായറാഴ്ച നടക്കും. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.